വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. വിഷ്ണുവാചാത്തനെ വെച്ച് പൂജിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത് വളരെയധികം നല്ല രൂപത്തിൽ പൂജിക്കുന്നവരുണ്ട്. അതിനെ ഒരു സ്മരണയ്ക്കായിട്ട് അതിനാചരിക്കാറുണ്ട്. സ്മരണയ്ക്കായി എന്ന് പറഞ്ഞാൽ വിഷ്ണുവാചാത്തനെ നല്ല രൂപത്തിൽ കർമ്മം ചെയ്യുന്ന 2 നേരം പൂജ ചെയ്ത്, അല്ലെങ്കിൽ നിത്യം കർമ്മങ്ങൾ ചെയ്ത്, നിത്യം വിളക്ക് വെച്ച് ആരാധിച്ച് അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അല്ല, ആളിവിടെ ഉണ്ട്, അതൊരു ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ചെയ്താൽ ചെയ്തു, അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ വെച്ച് ആരാധിക്കുന്നവരുണ്ട്. അതാണ് ഞാൻ സ്മരണ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോ വിഷ്ണുവാചാത്തനെ വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുടിയിരുത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ സഹായങ്ങളോടുകൂടി ഓരോ കാര്യങ്ങൾ നടത്തുന്നതായ ഒരുപാട് കർമ്മികളുണ്ട്. ആ കർമ്മികൾക്ക് വിശ്വാസത്തിനനുസരിച്ച്, അവരുടെ മനസ്സിന്റെ വിശ്വാസത്തിനനുസരിച്ച്, അവർ കണ്ടറിഞ്ഞ് കേട്ടുള്ള അറിവനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഫലങ്ങളുണ്ടായിരിക്കും. അതും സത്യസന്ധതയോടുകൂടി മാത്രം ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഗുണങ്ങൾ അധികരിക്കുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരാളിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്, ഇദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ വിഷ്ണുവാചാത്തനെ ഉപാസനയാൽ വെച്ച് ആ പ്രശ്നങ്ങൾ ചിന്തിച്ച്, ഇപ്പൊ പ്രശ്നങ്ങൾ വയ്ക്കുന്ന ആളാണെങ്കിൽ, ഒരു ജ്യോത്സ്യനാണ് വെച്ചെങ്കിൽ, ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി തന്നെ ഇദ്ദേഹത്തിൻ്റെയും ധർമ്മദേവാദികളുടെയും അദ്ദേഹത്തിന് ഉപദേശിച്ചു തന്ന ഗുരുവിൻ്റെയും മറ്റും അനുഗ്രഹങ്ങളെ കൊണ്ട് നോക്കുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് നോക്കാനും, എന്തെങ്കിലും പാകപ്പിഴവ് വന്നാൽ തന്നെ ഇവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് എന്താണ് അവരുടെ കാര്യം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചറിയാനും ഇവരായിട്ട് തന്നെ വഴികൾ ഉണ്ടാക്കി വയ്ക്കും. ആ വഴികൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൽ കൂടി ഇവർ നടന്ന് നീങ്ങിയാൽ മതി. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള കാര്യം ഇന്നതാണ് എന്ന് അറിയിലാണ് വരുന്നവരുടെ ഉദ്ദേശം. അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് വലിയ പഠിപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. അഷ്ടമിൽ പ്രശ്നം വെക്കാനുള്ള അറിവ് സാധാരണ ഒരു ജ്യോത്സ്യനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്ര അറിവുണ്ട് എല്ലാവരും അഷ്ടമിൽ പ്രശ്നം വെക്കുന്നവരാവില്ലേ. അപ്പൊ ഈ തൽക്കാല പ്രശ്നം വെക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. അത് ഞാൻ പറഞ്ഞത്, ഇത്തരം മൂർത്തികളുടെ അനുഗ്രഹങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അതൊക്കെ ഏകദേശം ആ കാര്യമാണ്, ഇന്നതാണ് അതിന്റെ പോയിന്റ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് കാണിച്ചു തരും. ഇനിയെ കഴിഞ്ഞ് കർമ്മം ചെയ്യുമ്പോഴോ കൃത്യമായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ ആ കാര്യാദികളെ കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് കഴിയും. അപ്പൊ ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങള്, അപ്പൊ കർമ്മങ്ങള് വിഷ്ണുമായിട്ട് കളവിട്ടിട്ട് തന്നെ ആയിക്കൊള്ളുന്നില്ല. പത്മങ്ങളേതാവാം, കർമ്മങ്ങളേതാവാം, സുദർശനോ, യമരാജ, പ്രത്യങ്കിരോ, തൃഷ്ടുപ്പോ, അഘോരയോ, എന്തു വേണമെങ്കിൽ ആവാം. പക്ഷെ ഇതിന് നിൽക്കുന്നതായ ഒരു കാവലാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്താലും അതിനെ ഫലവത്താക്കുന്ന, കാരണം കർമ്മങ്ങൾ ചെയ്താൽ മാത്രം പോരാ, അതിൽ ഉപദ്രവിക്കുന്ന മൂർത്തികളെ ഇവിടേക്ക് ആനയിക്കണം. അതിന് അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരുള്ളൂ. അതിന് കൃത്യമായിട്ട് ചെയ്യുന്ന കർമ്മിയുടെ ആ ധർമ്മദൈവാദികളുടെ അനുഗ്രഹങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ, ആരുദ്ദേശിച്ചാണോ കർമ്മം ചെയ്യുന്നത്, ഏത് മൂർത്തികളെ ഉദ്ദേശിച്ചാണോ കർമ്മം ചെയ്യുന്നത്, ആ കർമ്മസ്ഥലത്തേക്ക് അവരെ കൃത്യമായിട്ട് വരാനായിട്ടുള്ളതായ വഴി അവരുണ്ടാക്കി വയ്ക്കും. അങ്ങനെ വരുമ്പോ അത് എന്തെങ്കിലും മാർഗ തടസ്സമുണ്ടെങ്കിൽ ഉള്ളൊരുക്കി വിളിച്ചാൽ അത് കൃത്യമായിട്ട് വീണ്ടും എത്തിക്കൂടെ. അങ്ങനെയാണ് അനുഭവം. അപ്പൊ അത് ഒരാളുടെ മാത്രം അനുഭവമല്ല, പല ആളുകളുടെ അനുഭവവും. ചിലവരൊക്കെ പറയാറുണ്ട്, കത്തുന്ന ആളാണ്, ആളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത്രയും വിജയം സുനിശ്ചിതമെന്ന്. അപ്പോ ആ ഉപാസനാമൂർത്തിയായ വിഷ്ണുവാചാത്തനെ കൃത്യമായിട്ട് നമ്മൾ ആചരിക്കുക. അദ്ദേഹത്തിന്റെ നമ്മുടെ മനസ്സ് അദ്ദേഹത്തിൽ ഉണ്ടാകുക. അദ്ദേഹത്തിന്റെ ആ ഒരു സഹായങ്ങള് നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ അതാണ് ഏറ്റവും വലുത് വേണ്ടത്. ആ വിശ്വാസം, ഉള്ളറിഞ്ഞ വിശ്വാസം, അദ്ദേഹത്തിന്റെ ആ ഗുരുമുത്തച്ഛനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായ എല്ലാ മൂർത്തികളെയും കൃത്യമായിട്ട് സംരക്ഷിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നൽകുക. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് പകുതിക്ക് എന്നിട്ട് തിരിച്ചു ഓടേണ്ട ഒരു അവസ്ഥ വരരുത്. അത് പറ്റുന്ന ആളുകൾ ആരാണെങ്കിൽ ചെയ്തോട്ടെ, അതിൽ ആരും തടസ്സമില്ല. പറ്റുന്ന ആളുകൾ ആരാണെങ്കിൽ ചെയ്തോട്ടെ,
എല്ലാവർക്കും എല്ലാം ചെയ്ത് മുന്നേറാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും എല്ലാ കർമ്മവും ചെയ്ത് അതിനെല്ലാം അതിൻ്റെ മാർഗ തടസ്സങ്ങളെ നീക്കി മുന്നോട്ട് പോകാനോ അതിലുള്ള ബാധാമൂർത്തികളെ തന്നെ ബന്ധിക്കാനോ കഴിയണമെന്നില്ല. എന്നാൽ ചിലർക്ക് അതിന് കഴിയുന്നവരുണ്ടാവും, കണ്ടെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ ചില ബാധാദോഷങ്ങളെ മൂർത്തികളെ കർമ്മികൾ അതിനെ നോക്കരുത്, കർമ്മം ചെയ്യരുത് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട്? അത് ചെയ്താലും അതിന് ഫലമുണ്ടാകില്ല. കാരണം ആ ഒരു കർമ്മി ആ കർമ്മസ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മൂർത്തികളുടേതായ സാന്നിധ്യം സഹായങ്ങൾ ഉണ്ടെങ്കിലേ അതിനെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ആ മൂർത്തികളുടെ സാന്നിധ്യം, മൂർത്തികളുടെ സഹകരണം ചെല്ലുന്ന സ്ഥലത്തേക്ക് ഇല്ല എങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം വെറുതെ ഇരുന്നിട്ടുള്ള ഒരു അധര വ്യായാമം ആക്ഷനുകളൊക്കെ കാണിക്കുന്നുണ്ടാവുള്ളൂ, ചെയ്തുകൊള്ളണമെന്നില്ല, അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും കർമ്മം ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നതായ ശക്തമായിരിക്കുന്നതായ രക്ഷസ്, അതും ദുരിതമായിരിക്കുന്നതായ സ്ഥലമുള്ള രക്ഷസൊക്കെ ആണെങ്കിൽ കയറാൻ പറ്റില്ല, തൽക്കാലം പറ്റില്ല. കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ദുരിതങ്ങളൊക്കെ തീർക്കുമ്പോൾ ചിലപ്പോൾ പറ്റുമായിരിക്കും. അപ്പൊ അതിന് അതിൻ്റെതായ കർമ്മങ്ങൾ ചെയ്യണം, അതിൻ്റെതായ കർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പോ ശക്തമായിരിക്കുന്നതായ രക്ഷസിന്റെ ദോഷങ്ങള്, ഉഗ്രമായിരിക്കുന്നതായ നാഗങ്ങളുടെ ഇതൊന്നും പറയുമ്പോൾ ഇതൊന്നും തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ല. വളരെ നൈസായിട്ട് ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ട്. വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റും. ലളിതം എന്ന് പറഞ്ഞാൽ ഒക്കെ ശക്തി തന്നെ, എങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റുന്നതായ മൂർത്തികളുണ്ട്. പക്ഷെ എന്ത് ചെയ്താലും കരിങ്കല്ലും ഇട്ടിട്ട് കൈകൊണ്ടിടിക്കുന്ന പോലെയുള്ള, കരിങ്കല്ല് പൊട്ടണമെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ളതായ ചിറ്റികയോ കൂടോ വേണം. അതൊരു കരിങ്കല്ലുമ്മ വെറുതെ കൈകൊണ്ടിട്ട് അടിച്ചാൽ എന്തായിരിക്കും? ഉദാഹരണമാണ് പറഞ്ഞത്. കരിങ്കല്ലുമ്മ കൈകൊണ്ടിട്ട് അടിച്ചാൽ എന്തായിരിക്കും? ഒന്നും സംഭവിക്കില്ല. എന്തിനെ? കരിങ്കല്ലിനെ. ആ സമയം കൈയെടുത്ത് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതേപോലെയുള്ളതായ ചില മൂർത്തികളോ പ്രാർത്ഥികളോ ചില വ്യക്തികളുടെ ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ അതിനെ നോക്കരുതെന്ന് പറഞ്ഞ് നോക്കാതിരിക്കുക നല്ലത്. അല്ലെങ്കിൽ കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഉപാസനാമൂർത്തിയായ വിഷ്ണുമാചാത്തന്റെ ഒക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിന് കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അതും ഈ പറഞ്ഞ പോലുള്ളതായ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്കും എത്തിപ്പെടാനായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. എത്തിപ്പെടാൻ പറ്റാത്ത ആ സ്ഥലങ്ങളിലേക്കാണെങ്കിൽ കർമ്മി പോകാണ്ടിരിക്കുക നല്ലത്. അപ്പൊ അതിനെ ഈ പ്രശ്നത്തിൽ തന്നെ നോക്കുമ്പോൾ കർമ്മികൾക്ക് കാണിച്ചു കൊടുക്കും, അത് അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യണ്ട, ചെയ്താൽ അതിനെ വിജയം കാണാൻ ബുദ്ധിമുട്ടാണ് എന്ന് നോക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് പരാജയം സംഭവിക്കില്ല. അല്ല, ഏത് മലയും ഞാൻ നിഷ്പ്രയാസം അടിച്ചുടയ്ക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനാണ്, മനുഷ്യൻ്റെതായ പരിമിതികളുണ്ട്. ആ പരിമിതികൾ വെച്ച് ആ മലയെ അടിച്ചുടയ്ക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. അപ്പൊ നമ്മുടെ ചെറുപ്പം കൊണ്ടോ പ്രായം കൊണ്ടോ അല്ലെങ്കിൽ മനധൈര്യം കൊണ്ടോ ചിലപ്പോൾ അങ്ങനെ തോന്നിയെങ്കിൽ തന്നെ അത് പൂർണ്ണമായിട്ട് ഫലവത്താക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ മാറി നിൽക്കുക, എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള ശ്രമിക്കുക. പല കർമ്മങ്ങള് ഇപ്പോ സുദർശനോ പ്രത്യങ്കിരോ തൃഷ്ടുപ്പോ അഘോരയോ അങ്ങനെയുള്ളതായ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മധ്യമ കർമ്മങ്ങള് ഭദ്രകാളിക്ക് അല്ലെ കരിങ്കാളിക്ക്, ചാത്തനെ, കരിങ്കുട്ടിക്ക്, പറക്കുട്ടിക്ക് അവർക്കുള്ളതായ കലശങ്ങൾ ചെയ്ത് മധ്യമകർമ്മങ്ങൾ, കോഴിയെറുത്താനുള്ള കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ മുന്നേറാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഏതാണ് വന്നിരിക്കുന്ന മൂർത്തി എത്ര ശക്തമായിരിക്കുന്ന ആ പവറോട് കൂടിയിട്ടാണ് വന്നു വെച്ചെങ്കിൽ അതിലും ഇരട്ടി പവറോട് കൂടിയിട്ട് വേണം നമുക്ക് മുന്നേറാൻ. എന്നാലേ അവരെ ആ തടസ്സം നീക്കാനായിട്ട് കഴിയുള്ളൂ. അല്ല, നമ്മളെയും കാട്ടിയും പല മടങ്ങ് ശക്തിയാണ് അവർക്കെങ്കിൽ നമുക്ക് അവരെ നേരിടാനായിട്ട് കഴിയില്ല. അപ്പൊ ഉപാസനാമൂർത്തികളെ വെച്ച് കർമ്മങ്ങൾ ചെയ്ത് പരിഹരിക്കുന്നതായ ഗുരുകാരണന്മാരുണ്ടായിരുന്നു. അത് ഇന്നത്തെ പോലെ വ്യക്തിയല്ല. അത് തീർച്ചയായിട്ടും അത് ഭക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് ഒന്നിനും നേരില്ല, ഒന്നിനും സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ
മൊബൈലില്ലാതെ ജീവനുള്ള ഒരു ജീവിതം ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മൊബൈലില്ലാതെ അത് വിളിച്ചില്ലെങ്കിൽ വേണ്ടില്ല, കയ്യിലിരുന്നാലില്ലെങ്കിലും ഉറക്കം വരില്ല. അപ്പോൾ അതില് പലരും മെസ്സേജ് വിടലും അതേപോലെ തന്നെ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഉപാസനയ്ക്ക് ഉതകുന്നതല്ല. കാരണം അതിന് മനസ്സ് കിട്ടില്ല. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇതൊന്നും ഇല്ലാത്ത കാലത്തായിരുന്നു വളരെ ശക്തമായിരിക്കുന്നു. ആ ദൈവവും ആ കർമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ മറ്റൊരു ബാഹ്യ ചിന്തകളില്ല അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ദേവനെ, അദ്ദേഹത്തിനെ തപസ് ചെയ്തിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ സഹായം എനിക്കുണ്ടാവണം. ഞാൻ വിളിച്ചാൽ അദ്ദേഹത്തിനെ കാണണം, എനിക്ക് കേൾക്കണം, കാണണം, അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സമ്പാദിക്കണമോ ഒന്നുമില്ല, മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നില്ല. ചിലർ ആ ലൈനിൽ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എന്നും എനിക്ക് ഉപദ്രവകാരിയായിരിക്കുന്ന ആ വ്യക്തിനെ, അവന് ചുട്ട മറുപടി എനിക്ക് കൊടുക്കണം, അതിന് ഈ ശക്തിനെ എനിക്ക് സ്വീകരിച്ച് പറ്റൂ എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ട് ചെയ്തവരുണ്ടായിരിക്കാം. അപ്പൊ എന്തിനും നല്ലതായ മനസ്സോടെ, നല്ലതായ ചിന്തയോടെ, നല്ല ലക്ഷ്യത്തോടു കൂടി കർമ്മം ചെയ്യാം. മോശമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയോ മറ്റുള്ളവർക്ക് ദുരിതം വരണ ആ മാർഗത്തിൽ കൂടിയോ അല്ലെങ്കിൽ അതേപോലെ ലക്ഷ്യത്തോടു കൂടിയോ മുന്നേറി കഴിഞ്ഞാൽ തൽക്കാലം വിജയം ഉണ്ടാവുമെങ്കിൽ തന്നെ പരാജിതനായിട്ട് തിരിച്ചിരിക്കേണ്ടി വരും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. മാന്ത്രികം കൊണ്ട് നന്മകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നന്മകൾ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, മറ്റൊരാൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ കഴിയുമോ, അതായത് ഒരാളിനെ ദ്രോഹിക്കാനോ കൊല്ലാനോ അവരുടെ വശ്യം ആക്കി ചെയ്തിട്ട് ദ്രോഹിക്കാനോ ഒന്നുമല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട്, മൂർത്തികളുടെ സഹായങ്ങളെ കൊണ്ട്, മാന്ത്രിക ശക്തി കൊണ്ട് ശത്രുക്കൾ ആഭിചാരം ചെയ്ത് വിട്ടിട്ടുള്ളതായ ആ പ്രവൃത്തി ദോഷങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ദോഷങ്ങൾ തീർത്ത് മുന്നേറാനും, അറിഞ്ഞു അറിയാതെ ഉപദ്രവിക്കുന്നതായ പ്രേത ചൈതന്യങ്ങളോ സ്ഥലപരമായി കാണുന്ന മറ്റ് സർപ്പദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള അങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കുറേ ഗുണങ്ങളുണ്ടായിരിക്കും, ഈശ്വരാധീന്യം ഉണ്ടായിരിക്കും. ചിലർക്ക് ഞാൻ പറഞ്ഞു അങ്ങോട്ട് കടക്കാൻ പറ്റാത്തതുണ്ടായിരിക്കും. ഇപ്പൊ മൊത്തം തീയാണ്, ആളി കത്തുന്ന തീയ്, ആ തീയിലേക്ക് എങ്ങനെ അതിലേക്ക് ചാടുക, അങ്ങനെ വിചാരിക്കുക. അപ്പൊ ശക്തമായിരിക്കുന്നതായ മൂർത്തികളുണ്ട് വെച്ചെങ്കിൽ എന്ത് ചെയ്യണം, അതിന് കർമ്മങ്ങൾ ചെയ്തിട്ട് അവസാനിപ്പിക്കാനായിട്ട് നോക്കുക. ചിലപ്പോൾ ഈ സ്ഥലത്ത്, ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് ശക്തമായിരിക്കുന്നതായ രക്ഷസിന്റെ അല്ലെങ്കിൽ ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കളുടെ ആ മൂർത്തികളും അതേപോലെ തന്നെ നാഗങ്ങളും അങ്ങനെ ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായുള്ള ചില സ്ഥലങ്ങളുണ്ടാവും. ക്ഷേത്രം നശിച്ചെടുത്തത്, ക്ഷേത്രം നശിച്ച സ്ഥലം അല്ലെങ്കിൽ ചുടുകാട്, ഇതിലൊക്കെ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോകാൻ പറ്റാത്ത അവസരങ്ങളുണ്ട്. അപ്പൊ അതിനെ വെല്ലുവിളിച്ചിട്ട് പോകാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ പോകാതിരിക്കുക. അപ്പോ അതിനാൽ ആർക്കാണ് അതിന്റെ കൂടുതൽ പ്രശ്നങ്ങൾ എങ്കിൽ ആ സ്ഥലത്ത് വെച്ചിട്ട് കർമ്മം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ കർമ്മസ്ഥലത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പൊ സ്ഥലം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, പ്രേത ചൈതന്യങ്ങൾ നിൽക്കുന്നതാണ്, അവിടേക്ക് മറ്റുള്ള ആൾക്കും ചെല്ലാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് ചെല്ലാം, ആ വ്യക്തികളുടെ മൂർത്തികൾക്ക് അവിടെ കയറി ചെല്ലാനായിട്ട് കഴിയും. കാരണം അശുദ്ധി അല്ലെങ്കിൽ പ്രേതാശുദ്ധി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അത് നമുക്ക് പറഞ്ഞാലുള്ള അറിയില്ല. അത് ചെയ്യുന്ന ആ വ്യക്തികൾക്ക് അതിനെക്കുറിച്ച് പ്രതിപാദിക്കാനായിട്ട് കഴിയുള്ളൂ. അതെന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇന്നതാണെന്ന് പറയണമെങ്കിൽ അതാണല്ലേ എന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു കർമ്മിക്ക് കർമ്മത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് മറ്റൊരു കർമ്മിക്ക് അറിയുള്ളൂ. കർമ്മം അറിയാത്തവർക്ക് കർമ്മത്തിനെ കുറിച്ച് വിലയിരുത്താനായിട്ട് ഒന്നും അറിയില്ല. അത് ഏതൊരു കാര്യത്തിൽ തന്നെ എന്തോ ഒരു കാര്യം ചെയ്യുന്നത് അതിൽ കൂടുതൽ അറിവോ അല്ലെങ്കിൽ അതേ അറിവുള്ള വ്യക്തികളുമായിട്ട് മാത്രമേ ആശയവിനിമയം നടത്താൻ പാടുള്ളൂ. കാരണം ഇപ്പോ 1 മുതൽ 100 വരെ എണ്ണ അറിയുന്നൊരു വ്യക്തി 1 തൊട്ട് 10 വരെ എണ്ണാൻ അറിയാത്തൊരു വ്യക്തിയുമായിട്ട് അദ്ദേഹം കൂടി സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? എണ്ണത്തിനെ സംബന്ധിച്ച് ഒന്നുമില്ല. ഈ 100 എണ്ണം വരെ എണ്ണാൻ പറ്റുന്ന ആളോട് ഒരു 200, 250, 300 വരെ എണ്ണാൻ പറ്റുന്ന ആളാണെങ്കിൽ അവർക്ക് അഭിപ്രായം പറയണം. നീ എണ്ണിയത് ഇന്ന സ്ഥലത്ത് വരുമ്പോൾ തെറ്റിയിട്ടാ, അല്ലെങ്കിൽ ഇന്ന മാതിരിയായിരുന്നു എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിനെ കാട്ടി അറിവ് പറയുന്ന ആൾക്ക് വേണം. അപ്പൊ ഇവിടെ ഒന്നും അറിയാത്ത ആളുകളാണ് അഭിപ്രായങ്ങൾ പറയാ. പിന്നെ അതല്ല,
നമ്മൾ ഏതൊരു മേഖലയിലേക്ക് ഇറങ്ങുന്നു ആ മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞാലാണ് അതിന്റെ ഗുണദോഷങ്ങൾ അറിയാനായിട്ട് പറ്റൂ. അപ്പൊ ഈ പറഞ്ഞത് വിഷ്ണുവാചാത്തന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട്, കറയറ്റ സഹായങ്ങളെ കൊണ്ട്, ഭക്തിയെ കൊണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കാം. അത് സഹായകരമായിട്ടിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആചരിക്കണം. കൃത്യമായിട്ട് ആചരിക്കണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് തന്നെ കുടിയിരുത്തണം. ആ കുടിയിരുത്തി കഴിഞ്ഞാൽ അത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കാനോ അകത്ത് കൊണ്ടുവയ്ക്കാനോ ബെഡ്റൂമിലെ കൊണ്ടുവയ്ക്കാനായിട്ട് പാടില്ല. അത് പാപാണ്. ഇന്ന് പൂജാമുറികൾ അകത്തുണ്ട് വെച്ചെങ്കിലും അത് മൊത്തം അശുദ്ധി വരാനുള്ള സാധ്യതകളാണ്. കാരണം ആ വീട്ടില് മെൻസസ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടായിരിക്കാം. മാറിപ്പോകാൻ പറയാൻ പറ്റില്ല. ഇദ്ദേഹം അതിന്റെ ഉള്ളിൽ അകത്താണ് ഇരിക്കുന്നത്, റൂമിന്റെ ഉള്ളിലായിരിക്കുന്നത്. അവര് വാതിൽ തുറന്നില്ല എന്നുള്ളതല്ല. അപ്പോ അത് അതേപോലെ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ളതായ വീടുകളിൽ പോയിട്ട് വരുമ്പോ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്ന സമയത്തൊക്കെ അശുദ്ധികള്, അതുപോലെ മെൻസസ് ആവുന്നത് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ പ്രസവം ഇത്യാദികളൊക്കെ വരുമ്പോൾ അതൊക്കെ അശുദ്ധികളാണ് ഉണ്ടാക്കുക. അവർക്ക് അത് ദുരിതങ്ങൾ ഉണ്ടാക്കുള്ളൂ. ആ സമയം അതിനെ പുറത്ത് മാറ്റിയിട്ട് അവര് സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്ത് ഇരുത്തുന്ന വെച്ചെങ്കിലേ തറയിട്ടാൽ വെറുതെ തറ കെട്ടിയാൽ മതി, ഇരുത്തിയാലും അവർ സന്തോഷമായിട്ട് ഇരുന്നോളും. അത് മക്കളുടെ 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 കാലം വരെ അതിനെ പരിപാലിച്ചു പോരാനായിട്ട് അവർ തയ്യാറാവണം. തയ്യാറാവാത്ത പക്ഷം ആ കുടുംബത്തേക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങും. കാരണം ഭക്തി ഉണ്ടാകുമ്പോഴേ, വിശ്വാസം ഉണ്ടാകുമ്പോഴേ അതിനോട് ഏതോ ഒരു ദേവനോ ഏതോ ഒരു ദേവിയാച്ചിക്ക് നമുക്ക് അതിനെ വന്ദിക്കാനോ അല്ലെങ്കിൽ ആചരിക്കാനോ പ്രാർത്ഥിക്കാനോ തോന്നുള്ളൂ. ഇല്ലെങ്കിലോ നിന്ദിക്കാനോ കളിയാക്കാനോ അല്ലെങ്കിൽ അതിനെ നീക്കം ചെയ്യാനേ തോന്നുന്നു. അതൊരു ഭാരമായിട്ട് തോന്നുക. അപ്പൊ അത് വെച്ച് പൂജിച്ചിരുന്ന ആളുകള് അവരുടെ മരണത്തോടു കൂടി ഇത് വേറൊരു വേസ്റ്റായിട്ടാ മറ്റുള്ളവർക്ക് തോന്നുക. അങ്ങനെ വരുമ്പോ അവരുടെ കുടുംബത്തേക്ക് ഒട്ടനവധി ദുരിതങ്ങളാണ് സമ്മാനമായിട്ടിരിക്കുന്നുണ്ടാവുക. ചിലവര് വെച്ച് പൂജിച്ച് അവസാന കണ്യാണ്, ആരുമില്ല, മക്കളും ഇല്ല, ആരുമില്ല, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അദ്ദേഹത്തിന്റെ ആരെങ്കിലും അവിടെ വരും, ഇത് സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകും. ഇനിയിപ്പോ അങ്ങനെ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവസാന കാലഘട്ടത്തിലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ഉചിതമായ തരത്തില് നീക്കം ചെയ്യാം, കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട്. അത് പറ്റുമോ പറ്റില്ലേ, ഈ മണ്ണിന്ന് വിട്ടുപോകോ, ആ ഉപാസകനെ വിട്ടുപോകോ എന്നറിഞ്ഞിട്ട് പോകുമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. കാരണം അദ്ദേഹം ഒരു ഗുരു കാരണവരോടൊപ്പം വന്നു കഴിഞ്ഞാൽ അവരുടെ എത്രയോ തലമുറകൾ ഈ മണ്ണിലുണ്ടെങ്കിൽ അതിനൊക്കെ സംരക്ഷിച്ചോളാം. അല്ലെങ്കിൽ ആ ഓരോ തലമുറയിലുണ്ടാകുന്ന ആ വ്യക്തികളാണ് ഈ ഗുരുമുത്തച്ഛനെ പോലെ തന്നെ അവരുടെ യജമാന്മാർ, അവരുടെ സംരക്ഷകര് ഓരോ മക്കളാ. ഇനിയിപ്പോ ഒരു മുത്തച്ഛന്റെ ശേഷം 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം തലമുറകൾ മുന്നേറിപ്പോയി, കൊണ്ടുവന്നവര് പോയി. തലമുറകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ തലമുറയിൽ ഉണ്ടാകുന്ന ആൺമക്കളാണ് ഇതിനെ സംരക്ഷിക്കേണ്ടത്. അവര് അല്ലെങ്കിൽ പെൺമക്കളാണ് ഇതിനെ സംരക്ഷിക്കുക. അതായത് അവരുടെ മക്കള് ആണോ പെണ്ണൊന്നുമില്ല. അപ്പൊ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ് ആ കുടുംബത്തെ ഓരോ കർമ്മികളുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വം. അത് നമ്മുടെയാണ്, നമ്മുടെ ദൈവമാണ്, നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അതിനെ ഇന്ന സമയത്തൊക്കെ വിളക്ക് വെക്കണം, ഇന്ന സമയത്ത് കർമ്മങ്ങൾ ചെയ്യണം, പറ്റുന്ന കർമ്മങ്ങൾ. വലിയ അമ്പാണം കർമ്മങ്ങളൊന്നും വേണമെന്നില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. മറക്കാതിരിക്കുക, സ്മരിക്കുക. അതിന് സമയാസമയങ്ങളിൽ ചെയ്യേണ്ടത്, പൊന്നു വെക്കേണ്ടത് പൂവ് വെച്ചിട്ടായാലും അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തുക. പൊന്നു വെക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭീമമായ സംഖ്യ വരും ഇല്ലാത്തവനെ. അത് പൂവ വെക്കണുള്ളൂ വെച്ചെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ തൊടിയിലെ പറമ്പിൽ നമുക്ക് കിട്ടും. ഏതെങ്കിലും പൂവ് ഭഗവാനെ എന്ന് വെച്ച് സ്മരിച്ചു കഴിഞ്ഞാൽ അതിൽ തൃപ്തിപ്പെടും. അപ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ എന്താണ് കർമ്മം ചെയ്യാൻ പറ്റുക, എന്താണൊക്കെ ചെയ്യാൻ പറ്റുക ചെയ്യുക. അത് തെറ്റരുത്. അതേപോലെ ഇതിനെ കൊണ്ടുവന്ന ആ ഗുരുവിനെ സ്മരിക്കുക. അദ്ദേഹത്തിന്റെ വർഷാവർഷം അദ്ദേഹത്തിന് വേണ്ടി വലിയ കർമ്മങ്ങൾ ചെയ്യുക. ഉപാസകന്മാരാണെങ്കിൽ 100% ചെയ്യുക. കാരണം അവർക്കും പറഞ്ഞ പോലെ ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ വരാം. അപ്പോൾ ഓരോന്നിനും അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാണ് ഉചിതം. ഒരു വിളക്ക് ഒന്ന് കത്തിക്കഴിഞ്ഞാൽ, രാവിലെ വെച്ച് വൈകുന്നേരം വരെ കത്തിക്കഴിഞ്ഞാൽ ആ വിളക്ക് കെട്ടുക. എണ്ണയില്ലാണ്ട് കത്തിക്കഴിഞ്ഞാൽ വിളക്ക് മുഴുവൻ കരിയായിരിക്കും, എണ്ണയോട് കൂടിയുള്ള കരിയായിരിക്കും.
ഇനി അടുത്തത് അത് വിളക്ക് വെക്കണമെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കുകയോ കഴുകുകയോ വേണം. അപ്പൊ അതേപോലെ ദുരിതങ്ങളുണ്ട് വെച്ചാൽ തീർത്തിട്ട് അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുക, ആചരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ വെച്ചിരിക്കുന്ന ആ ഭഗവാന്റെ വെച്ചിരിക്കുന്നത് ആ ശക്തിയുടെ അല്ലെങ്കിൽ ആ മൂർത്തിയുടെ ശക്തി നിലനിന്ന് പോകും. ഇല്ലെങ്കിലോ ആ ശക്തി ഇല്ലെങ്കിൽ ഒരുപാട് അനർത്ഥങ്ങളാണ്. എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ആളുകൾ അനുഭവിച്ചറിയാം. പലവരും അനുഭവിച്ചിട്ടുണ്ട്. അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾ അങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് ഏഴരശനിയോ കണ്ടകശനിയോ സമയങ്ങളിലെ അവർക്ക് വരുന്ന ദുരിതങ്ങള് ഈ അണ പൊട്ടി വരുന്ന പോലെ, തടഞ്ഞിരിക്കുന്ന ഒരു അണ അല്ലെങ്കിൽ ഒരു കെട്ട്, അത് പൊട്ടി വരുമ്പോഴുള്ള ഒരു പ്രളയം പോലെ തന്നെയാണ്. അതെങ്ങനെയൊക്കെ അവർക്ക് ബാധിക്കുന്ന അറിയില്ല. ചെറുതായാലും വീട്ടിലൊരു എന്തെങ്കിലും തീക്കനൽ വീണ മതി, അവരുടെ കുടുംബ സമാധാനം നശിപ്പിച്ച് കളയും. അപ്പൊ ഇതൊക്കെ ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ട് വെച്ചെങ്കിൽ, അതെന്തുണ്ട് വെച്ചെങ്കിലും അതിനെ വഴി മാറ്റി കളഞ്ഞ് അത്തരം പ്രശ്നത്തിലേക്ക് എത്തിപ്പെടാതെ നല്ലൊരു സന്തോഷത്തോടു കൂടി ഇരിക്കാവുന്ന അനുഗ്രഹങ്ങള്, വഴികള്, അവസ്ഥകൾ ഇവരായിട്ട് ഉണ്ടാക്കി തരും. അപ്പൊ ഇവർക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്. അത് ഉത്തമത്തിലും മധ്യമത്തിലൊക്കെ കർമ്മം ചെയ്യാം. മധ്യമ കർമ്മമാണ് അവർക്ക് ഇഷ്ടം. ആ മധ്യമ കർമ്മം അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാം. അതിന് കള്ള് വേണം, ബ്രാൻഡി വേണം, അതേപോലെ തന്നെ മറ്റ് മാംസ അല്ലെങ്കിൽ തവിട്, ഗുരുതി ഇത്യാദികളൊക്കെ വെച്ചിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. ഇതില്ലാതെ കർമ്മം ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ തനതായ ഇഷ്ടപ്പെട്ട കർമ്മമാണ് ഇത്, മധ്യമ കർമ്മം, കവളാചാരം എന്നും പറയും. അതാണ് പൂർവികത്തിൽ തൊട്ട് അവർക്ക് വേണ്ടത്, അങ്ങനെ ചെയ്തു വന്നിരുന്നത്. അപ്പൊ അത് അത് ചെയ്യുന്ന കർമ്മികള് അതൊന്നും ഒരു ചുറ്റും മദ്യം പോലും കഴിക്കരുത്. ചിലവർ പറയും മദ്യം, ഈ പൂജിച്ച മദ്യം അദ്ദേഹം കഴിക്കണം, നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയും. അല്ലെങ്കിൽ തൊട്ട് വിരലുമ്പോൾ വായിൽ വെച്ചാലും മതി എന്ന് പറയും. ആ സമയം അതിൽ വെച്ചിരിക്കുന്ന പ്രസാദങ്ങൾ അവലോ മലരോ അദ്ദേഹം തൊടില്ല. എന്താ അത് കഴിച്ചാൽ വയറ് നിറയാൻ? അപ്പൊ മദ്യം, ഇതിന്റെ പേരിൽ മദ്യം കഴിച്ചിട്ട് അദ്ദേഹം ഒരു മദ്യപാനി ആകരുത്. അതിന്റെ പേര് ദോഷം ഈ ചാത്തനോ മറ്റു മൂർത്തികൾക്കോ ഉണ്ടാവരുത്. കർമ്മം ചെയ്യാം, അവർക്ക് കർമ്മം ചെയ്യാം. ആ കർമ്മം ചെയ്താൽ അതിൽ ബാക്കി മദ്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആ കളത്തിൽ തന്നെ സമർപ്പിക്കുക. കഴിച്ചിട്ട് അത് വലിയൊരു വിഷയങ്ങളാക്കരുത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മദ്യം, മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നതാണ്. ഒരാൾക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് പോക്ക്. അപ്പൊ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കർമ്മികള്, തുള്ളക്കാരോ കർമ്മികളോ മദ്യം വെച്ചിട്ടുള്ള ഈ പ്രദർശനം നിർത്തുക. ഒരുപാട് കർമ്മികളുണ്ട്, മദ്യക്കുപ്പികൾ ഇങ്ങനെ വെച്ചിട്ട് നിര വെച്ചിട്ട് എടുത്ത് കുടിക്കുന്നു, അടിക്കുന്നു. കാരണം മദ്യം അദ്ദേഹത്തിനായാലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഫുൾ ടൈം ചാത്തന ഇരിക്കില്ല, അല്ലെങ്കിൽ ഭഗവതിയെ കരിങ്കുട്ടി ഇരിക്കില്ല. ഈ തിരാതം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മനുഷ്യനാണല്ലോ, സാധാരണ ഒരു ഇതായല്ലോ. അദ്ദേഹത്തിനും ഈ മദ്യം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇതൊക്കെ കാണുന്ന വ്യക്തികൾക്കും ഇതൊക്കെ ഉണ്ടെങ്കിലോ ചാത്തന്നെ ഒരു അരങ്ങാവുള്ളോ എന്നുള്ള ഒരു വിശ്വാസത്തില് അവരും ഈ മദ്യത്തിനോടുള്ള ആസക്തിയാണ് അവർക്ക് പിന്നെ ഉണ്ടാകുക. ആസക്തി ഉണ്ടാവുക, അതും നിർത്താൻ പറ്റില്ല. അപ്പൊ മദ്യം, മയക്കുമരുന്ന് ഇതിൻ്റെയൊക്കെ ഉപയോഗം വളരെ അധികം കുറയ്ക്കുക. ഇതൊന്നുമില്ലെങ്കിലും വിഷ്ണുവാചാത്തനും മൂർത്തികൾ പ്രസാദിക്കുന്നു. മനുഷ്യന്റെ ഇഷ്ടത്തിനാണ്, അവന്റെ സൗകര്യത്തിനാണ് വയറ് നിറയെ മദ്യം അടിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും. അപ്പോൾ മദ്യവും മയക്കുമരുന്നും നിർത്തുക. കാരണം ഈ ദേവനെ നമ്മൾ പൂജിക്കണമെങ്കിൽ നമ്മളുണ്ടായിരിക്കണം, നമ്മുടെ കുടുംബക്കാരുണ്ടായിരിക്കണമെങ്കിൽ പൂജിക്കുള്ളൂ. നമ്മളില്ലെങ്കിൽ കുടുംബക്കാർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല, ദൈവത്തിനോട് താല്പര്യം ഉണ്ടാകാൻ ബുദ്ധിമുട്ടാ. കാരണം അയാളൊക്കെ വെള്ളമടിച്ച് ആകെ നാശാക്കി കൂത്താടി മരിച്ചു പോയി. ഇതിനൊന്നും ഇവിടെ നോക്കാൻ സൗകര്യമില്ല. അതല്ല, ഞങ്ങൾക്കൊരു നേരം അന്നം തന്നിരുന്നാണ്, അതിന് ഞങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാക്കണമെങ്കിൽ ഭഗവാനല്ല, ചാത്തനല്ല അത് ഉണ്ടാക്കേണ്ടത്, ആ കർമ്മികളാണ് ഉണ്ടാക്കേണ്ടത്. കാരണം മദ്യം കഴിച്ച് ഉന്മത്തനായിട്ട് മറ്റുള്ളവർക്കും വീട്ടുകാർക്കും അദ്ദേഹം ഒരു ശല്യമായിട്ട് വരുന്നൊരവസ്ഥ ഉണ്ടായാൽ ഈ ദൈവത്തിനോടുള്ള വിശ്വാസം അതോടുകൂടി നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബലമായിട്ട് തന്നെ നിർത്തുക. ഭഗവാൻ വിഷ്ണുവായനെ നന്നായിട്ട് ആചരിക്കുക, അദ്ദേഹത്തിന് കർമ്മം ചെയ്യുക. അദ്ദേഹത്തിന്റെ ആ ശക്തി കൊണ്ട് ഏതൊരു കാര്യവും നടക്കാത്തതായി വരില്ല. മാന്യമായ നല്ലതായ മറ്റുള്ളവർക്ക് നല്ലത് വരുന്ന കർമ്മത്തിന് വേണ്ടി ശ്രമിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നന്ദി, നമസ്കാരം.